ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളിതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണ്. ഇന്നലെ രാത്രി 11 മണി വരെ പാക്ക് ചെയ്തു, കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. തലേ ദിവസം രാത്രി 11 വരെ ഇരുന്നിട്ടും നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് തന്നെ തുടങ്ങിയിട്ട് അപ്പോൾ വിശന്നപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചതാണ്. ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ കുറച്ച് നാൾ ഏട്ടൻ്റെ കൂടെ സെക്കന്ദരാബാദിലായിരിക്കും. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ പാക്കിങ്ങും കാര്യങ്ങളാണ്. പാക്കിങ്ങൊക്കെ ഏകദേശം ആയപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഇനിയിപ്പോൾ ആകെ പോകാൻ 2 ദിവസമേ ഉള്ളൂ, അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല, പോകണമെന്ന് ചോദിച്ചു. അത് കേട്ട പാതി ഞാൻ പോയി റെഡിയായി. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 5:55 ആയിട്ടുണ്ടായിരുന്നു 6 മണിയുടെ ബസ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 6 മണിയുടെ ബസ്സിനെങ്കിൽ 6 മണിയുടെ ബസ്സിന് ഞങ്ങൾ പോയി. ഗുളിക കഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഛർദ്ദിക്കാണ്ടിരിക്കാനുള്ളത്. പിന്നെ ഞങ്ങൾ 8 മണിയായി വീടെത്തിയപ്പോൾ അതിന് മുന്നേ മണ്ണാർക്കാടൊക്കെ എത്തിയപ്പോൾ അച്ഛൻ കൂട്ടാൻ വേണ്ടി വന്നു. പിന്നെ ആ ഗുളിക കഴിച്ചതിൻ്റെ ഒരു മന്ദാപ്പ് കാരണം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ച് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ചോറിൻ്റെ അങ്ങനെ കടന്നുറങ്ങി. പിന്നെ രാവിലെ നീച്ചത് അമ്മ പറഞ്ഞു കുളിച്ചാൽ കുറച്ച് ശരിയാവും പറഞ്ഞു. എവിടെ ഛർദ്ദിക്കാണ്ടിരിക്കാനുള്ള ഗുളിക നമ്മൾ ഇന്നോ ഇന്നലെ കഴിക്കാൻ തുടങ്ങിയതാണോ? എന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് ബസ്സിൽ പോവുകയാണെങ്കിൽ ഞാൻ ഛർദ്ദിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കും. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ചുരം ഇറങ്ങി പോകുമ്പോൾ. പിന്നെ അവിടെ ചെന്നപ്പോഴോ അച്ഛനും അമ്മയും കൂടി ഞങ്ങൾക്ക് കൊണ്ടുപോകാനും മുളക് കൊണ്ടാട്ടും പയറ് കൊണ്ടാട്ടും പിന്നെ ഇതാ ഇപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ. അതും ഉണക്ക മാങ്ങ അച്ചാർ കേട്ടോ. നമ്മൾ മാങ്ങ ഉണക്കിയിട്ട് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ കാണുന്ന പോലെ തന്നെ കാണാൻ എന്ത് മനോഹരമാണോ അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേനും ഞാനത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ നിന്ന് ടേസ്റ്റ് നോക്കിയിരുന്നു, എന്നാൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ അതിൽ നല്ല പോലെ ഉപ്പും എരിവൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേനും അനിയത്തിയും കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാങ്ങാച്ചാറ് തകൃതിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അത് എല്ലാവരും കൂടി അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി വെക്കുന്ന ഭാഗമാണ് കേട്ടത്. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെയും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഞങ്ങൾ 3 കൂടിയും കടന്നിറങ്ങി. അനിയത്തിയുടെ കുട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.